നമുക്ക് നിധിയുടെ സുധീഷിന്റെയും നാളത്തെ നല്ലൊരു കഥ കേട്ടാലോ? വീഡിയോ ഇഷ്ടപ്പെടുവാണെങ്കിൽ ഒന്ന് ഹൈപ്പ് ചെയ്യാൻ മറക്കരുത്. ആദ്യമായി കാണുന്നവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് കേട്ടോ. അങ്ങനെ നമ്മൾ കാണുന്ന ഒടുവില് സുധീഷും സുഭാഷും ഒക്കെ ആരാന്ന് ചോദിച്ചു കഴിഞ്ഞപ്പോഴത്തേന് നിധി ചാടിക്കയറി പറഞ്ഞു, ഇതെന്റെ കസിൻസാന്ന് പറഞ്ഞു. സുധീഷ് ഞെട്ടിപ്പോയി. താൻ അവളുടെ കഴുത്തിൽ താലിയാർത്തി അവളുടെ ഭർത്താവാണ്, എന്നിട്ട് തന്നെ കുറിച്ച് കസിൻസാന്ന് പറഞ്ഞിരിക്കുന്നു. സുധീഷിന് സഹിക്കാൻ പറ്റിയില്ല. സുധീഷിന്റെ മുഖം കണ്ടു കഴിഞ്ഞപ്പോൾ ഹരീഷിനും നികേഷിനും ഒക്കെ ചിരി വന്നു. അവർ പതൊക്കെ കുനിഞ്ഞിരുന്ന് ചിരിക്കുകയാണ്. അതോടെ കണ്ടു കഴിഞ്ഞപ്പോൾ സുധീഷിന് ഒന്നുകൂടെ അങ്ങോട്ട് ദേഷ്യമായിപ്പോയി. ആ സമയം നിധി പറഞ്ഞു, പ്രവീൺ സാറേ ഇവിടെ മാത്രമല്ല ബൈക്വേഴ്സൊക്കെ കുറെ ഇങ്ങനെ കാണാനൊക്കെ ഉണ്ടെന്ന് പറഞ്ഞിട്ട് അങ്ങനെ കൂട്ടിക്കൊണ്ട് പോവാണ്. ആ സമയം സുധീഷ് എല്ലാവരും ദേഷ്യപ്പെടുക. അവള് കസിൻസാന്ന് പറഞ്ഞു കഴിഞ്ഞപ്പോൾ നിങ്ങൾ ആരെങ്കിലും തിരുത്തിയോ? ഇല്ലല്ലോ, ശരിക്കും എൻ്റെ ഭാര്യയല്ലേ അവള്. എന്നിട്ടോ അവള് പറഞ്ഞിരിക്കുന്ന എന്താ? എല്ലാവരും കസിൻസാന്ന്. നികേഷ് പറഞ്ഞു, അതിനിപ്പോൾ എന്താ? പിന്നെ അങ്ങനെയാണോ പറയണ്ടേ? ഇതെന്റെ ഭർത്താവാന്ന് പറഞ്ഞ് പരിചയപ്പെടുത്തിയാൽ എന്താ പ്രശ്നം? പിന്നെ ഭർത്താവാന്ന് പറഞ്ഞും അത് നിധിയേടത്തി പരിചയപ്പെടുത്താനായിട്ട്. അതെ സുധീഷേട്ടൻ ഇത് എന്താ അത്? പിന്നെ സുധീഷേട്ടൻ പറയുന്ന പോലെ അല്ലേ എന്ന് വെച്ചാൽ കാര്യങ്ങളൊക്കെ നിധിയേടത്തിക്ക് അങ്ങനെ തോന്നിക്കാണില്ല പരിചയപ്പെടുത്താനായിട്ട്. അതുകൊണ്ടായിരിക്കും ഞാൻ കാണിച്ചു കൊടുക്കുന്നുണ്ട് എല്ലാരെ എന്നൊക്കെ പറഞ്ഞുകൊണ്ട് സുധീഷ് ദേഷ്യപ്പെടുവാണ്. അല്ലെങ്കിൽ തന്നെ സുധീഷിന് ഇഷ്ടപ്പെട്ടിട്ടില്ല നിധിയുടെ ഓഫീസിൽ നിന്ന് വന്നേ. കാരണം ഓഫീസിലെ ബോസുമായിട്ട് നിധി സംസാരിക്കുന്ന കണ്ടു കഴിഞ്ഞപ്പോൾ സുധീഷിന് വല്ലാതെ ഒരു ഈഗോ അടിച്ചു. അയാൾ നല്ല പഠിപ്പുള്ളവന്, വിദ്യാഭ്യാസം ഉള്ളവന്. മാത്രമല്ല നിധി പ്രവീണിനോടൊപ്പം ചേർന്നിട്ട് ഓരോ കാര്യങ്ങളൊക്കെ ഇങ്ങനെ പറഞ്ഞു കൊടുക്കുന്ന കണ്ടപ്പം സുധീഷിന് ഒട്ടും സഹിക്കുന്നുണ്ടായിരുന്നില്ല. സുധീഷ് ഇങ്ങനെ പിന്നാലെ നടക്കുവാണ്. അങ്ങനെ കുറേ സമയം കഴിഞ്ഞപ്പോൾ അവർ പോകാനായിട്ട് ഇറങ്ങുവാണ്. അങ്ങനെ യാത്ര പറഞ്ഞ് ഇറങ്ങുന്ന സമയത്ത് സുധീഷ് പെട്ടെന്ന് പോയി കാറിൻ്റെ പുറകിലത്തെ സീറ്റ് നിധി ഇരിക്കുന്നു കരുതി ഡോറ് തുറന്നു കൊടുക്കുകയാണ്. പക്ഷേ എങ്കിൽ അവിടേക്ക് ബാക്കി 2 സ്റ്റാഫുകൾ കയറി നിധിയോട് ഫ്രണ്ടിൽ കയറാനായിട്ട് അവരുടെ ബോസ് പറഞ്ഞു. നിധി അങ്ങനെ ഫ്രണ്ടിലും കയറി. സുധീഷിന് അത് സഹിക്കാൻ പറ്റുന്നതിൽ അപ്പുറമായിരുന്നു. അങ്ങനെ അവരങ്ങോട്ട് പോയി കഴിഞ്ഞപ്പോഴത്തേനും സുധീഷ് എല്ലാവരോടും ദേഷ്യപ്പെടുവോ? കണ്ടില്ലേ, ഇപ്പം അവൾക്കാണെങ്കിലോ എന്നെ വേണ്ട, അവളുടെ ഓഫീസിലെ സ്റ്റാഫുകളോടൊക്കെ എത്ര സ്നേഹമാണ്, അവളുടെ ബോസിനോടൊക്കെ എത്ര ഇതോടെ സംസാരിക്കുന്നേ. ഓ നമ്മളിപ്പോൾ ആരാ എന്താ എന്നൊക്കെ പറഞ്ഞു. സുഭാഷോട് നിന്റെ പ്രശ്നം എന്താടാ? നീ എന്തിനാ ഇങ്ങനെ കിടന്ന് വെറുതെ ദേഷ്യപ്പെടുന്നേ? സുഭാഷ് എണ്ണ ഒന്നും പറഞ്ഞാൽ മനസ്സിലാവില്ല. എൻ്റെ അവസ്ഥ എനിക്കും അറിയത്തുള്ളൂ. ഞാൻ അവളുടെ കഴുത്തിൽ താലി ആർത്തിയതാ. എന്നിട്ട് എനിക്ക് എന്തെങ്കിലും വില തരുന്നുണ്ടല്ലോ? എന്തെങ്കിലും വില തരുന്നുണ്ടോ? അവൾക്ക് അല്ലെങ്കിലും എന്നോട് താല്പര്യമില്ല. ഇനിയിപ്പോൾ ഡിവോഴ്സ് കൊടുക്കണം പോലും. ഞാൻ ഡിവോഴ്സ് ഒന്നും കൊടുക്കാൻ പോകുന്നില്ല. കണ്ടോ, ഉറപ്പായിട്ടും അവൾ എൻ്റെ ജീവിതത്തിലേക്ക് വരും. എൻ്റെ ഭാര്യയായിട്ട് തന്നെ കഴിയും. ഈ സുധീഷിനെ അവൾക്ക് അറിയത്തില്ല. നികേഷ് പറഞ്ഞു, അതെ സുധീഷ് എൻ്റെ കയ്യിലിരിപ്പോണ്ടാ കുറച്ചെങ്കിലും ഒന്ന് സത്യസന്ധമായിട്ട് പെരുമാറാൻ നോക്ക്. വായെടുത്ത കള്ളത്തരല്ലേ പറയത്തുള്ളൂ. സുധീഷ് പറഞ്ഞു, ഞാനിപ്പോൾ കള്ളത്തരം പറഞ്ഞെന്ന്? പിന്നെ നിധിയോടത്തിയോട് തന്നെ എത്ര കള്ളത്തരം പറഞ്ഞു? ഇതൊന്നും ഞങ്ങൾക്കാർക്കും അറിയത്തില്ലെന്നാണോ ഭാവം എന്ന് ചോദിച്ചു. അതെ നിന്നോടൊന്നും പറഞ്ഞിട്ട് കാര്യമില്ല എന്നും പറഞ്ഞ് സുധീഷ് ദേഷ്യപ്പെട്ട് അകത്തേക്ക് കയറിപ്പോയി. സുഭാഷ് പറഞ്ഞു, എന്തിനാടാ നികേഷെ അവനെ വെറുതെ ചൊറിയാൻ പോന്നേ? അവൻ്റെ സ്വഭാവം അറിയാവുന്നതല്ലേ? പിന്നെ സ്വഭാവം അറിയാവുന്ന. ഹരീഷ് പറഞ്ഞു, എന്നോട് തലതല്ലാനാണെങ്കിൽ സുധീഷയുണ്ട് ഭയങ്കര താല്പര്യമാണ്. ഇപ്പം നിധിയടുത്തി അത് പറഞ്ഞിട്ട് നിധിയടുത്തിട്ട് എന്തെങ്കിലും പറഞ്ഞോ? ഇല്ലല്ലോ. അതെന്താണെന്ന് വെച്ചാൽ പേടി കാരണമാണെന്ന് തോന്നുന്നു പറയാത്തെ എന്നൊക്കെ പറഞ്ഞിട്ട് ഹരീഷ് കടയിലേക്കും പോയി. കടയിൽ ചെന്ന് കുറേ സമയം കഴിഞ്ഞപ്പോഴത്തേനും നീതു കടയിലേക്ക് വരുന്നേ. നീതു വന്നിട്ട് ഹരീഷിനോട് സംസാരിക്കുകയാണ്. എന്നിട്ട് പറഞ്ഞു, ഓ ഇന്ന് രാവിലെ എന്ത് ചെയ്യാനാ? അമ്മയാണെങ്കിൽ എനിക്ക് വേണ്ടിയിട്ട് പുട്ടുണ്ടാക്കി. അത് ചേട്ടന് ഇഷ്ടമാണ് പുട്ടൊക്കെ, അതുകൊണ്ട് അമ്മ അങ്ങനെ. അല്ലെങ്കിലും അമ്മ എൻ്റെ ഇഷ്ടത്തിനനുസരിച്ച് ഒന്നും ഉണ്ടാക്കാറില്ല. ഞാൻ എന്തേലും പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അമ്മയ്ക്ക് ഇഷ്ടപ്പെടത്തില്ല. പിന്നെ എനിക്ക് വേണ്ടിയിട്ട് അച്ഛൻ ദോശ വാങ്ങിക്കൊണ്ട് തന്നു. അത് കേട്ടപ്പോൾ ഹരീഷ് പറഞ്ഞു, അല്ല നിനക്കെന്താ പുട്ട് കഴിച്ചാലോ? പിന്നെ എനിക്കിഷ്ടമില്ലാത്ത സാധനം എനിക്ക് കഴിക്കാൻ പറ്റുമോ? പിന്നെ അച്ഛൻ ദോശ വാങ്ങിക്കൊണ്ട് തന്നു. പിന്നെ അച്ഛൻ പറയുകയും ചെയ്തു, അതെ നിൻ്റെ ഇഷ്ടത്തിന് മാത്രം ഇങ്ങനെ തുള്ളിയിട്ട് അവസാനം എനിക്കിട്ട് പണി തരില്ലെന്നൊക്കെ ഒരു ഉപദേശം കൂടെ തന്നു എന്നൊക്കെ പറഞ്ഞു. അത് കേട്ടപ്പോൾ ഹരീഷിന് ചിരി വന്നു. ആ സമയം നിധി പറഞ്ഞു, ഈ അമ്മമാരല്ല എങ്ങനെയാ? അല്ലെങ്കിലും ആൺമക്കൾക്ക് വേണ്ടിയിട്ട് എന്ത് വേണം ചെയ്തു കൊടുക്കും. ഓ എൻ്റെ ഒരു ചേട്ടനാ, അവനിവിടെ ഇല്ലാത്ത അന്നേ കുറച്ച് ദിവസമായിട്ട്. ഉണ്ടായിരുന്നെങ്കിലോ അവന് ഇഷ്ടമുള്ള ആഹാരം ഉണ്ടാക്കി കൊടുക്കുന്നു, അവൻ്റെ തുണിയും കൂടെ ഞാൻ കഴുകണം. ഇതിപ്പോൾ ഇല്ലാത്തതുകൊണ്ട് പകുതിയുടെ സമാധാനമുണ്ട്. വരുന്നോടം വരെ എനിക്ക് സമാധാനത്തോടെ ഇരിക്കാം. അങ്ങനെ സംസാരിച്ചുകൊണ്ടിരിക്കുമ്പോൾ നീതുൻ്റെ അച്ഛൻ അങ്ങോട്ടേക്ക് വരുന്നേ. നീതുൻ്റെ അച്ഛൻ വന്നിട്ട്, നീ എന്താടി ഇവിടെ ഇരിക്കുന്നത്? പെട്ടെന്ന് നീതു പറഞ്ഞു, അതച്ഛാ ഞാൻ വണ്ടി ഒന്ന് സർവീസിന് കൊണ്ടുവന്നാ. എന്നിട്ട് നിൻ്റെ വണ്ടി എന്തിയേ? അത് പിന്നെ ഞാൻ എന്തിയെന്ന് നിൻ്റെ സ്കൂട്ടി? അത് സ്കൂട്ടി എടുക്കാൻ മറന്നുപോയി. എടി സ്കൂട്ടി സർവീസ് ചെയ്യാൻ വന്നിട്ട് സ്കൂട്ടി എടുക്കാൻ മറന്നുവെന്നോ? നീ ആരോടത് പറയണത്? ഇവനുമായിട്ട് സൊള്ളാനല്ലേടി നീ ഇവിടെ വന്നിരിക്കുന്നത്? മര്യാദയ്ക്ക് ഇങ്ങോട്ട് വാടിയെന്ന് പറഞ്ഞ് കയ്യിലേക്ക് പിടിച്ചു.
അപ്പോഴേക്കും ആൾക്കാരൊക്കെ ശ്രദ്ധിക്കാൻ തുടങ്ങി. നിധി പറഞ്ഞു, അച്ഛാ കയ്യേന്ന് വെറുതെ സീൻ ഉണ്ടാക്കല്ല. ഞാൻ ഇത്തിരി നേരം സുധീഷിനോട് സംസാരിച്ചെന്ന് ഓർത്തോണ്ട് ഒന്നും സംഭവിക്കാൻ പോകുന്നില്ല. അച്ഛൻ പോയിക്കോ, ഞാൻ സംസാരിച്ചിട്ട് വന്നോളാം. എടി നിന്നോട് ഇങ്ങോട്ടേക്ക് വരാനാ പറഞ്ഞേ, അച്ഛനോട് പോവാനല്ലേ പറഞ്ഞത്. ഞാൻ വന്നോളാന്ന് പറഞ്ഞു. സുധീഷുമായിട്ട് ഞാൻ ഇത്തിരി സംസാരിച്ചെന്ന് ഓർത്തോണ്ട് ഇവിടെ ആർക്കും എന്താ കുഴപ്പമിരിക്കുന്നത്, ആർക്കൊന്നും സംഭവിക്കാനൊന്നും പോകുന്നില്ല. പിന്നെ അച്ഛൻ്റെ ഭാഷ കഴിക്കണമെന്ന് വെച്ചാൽ അത് ഇത്തിരി ബുദ്ധിമുട്ടാന്ന് പറഞ്ഞു. നീതു പോകാൻ കൂട്ടാക്കിയില്ല. ഒടുവിൽ നീതുവിൻ്റെ അച്ഛനൊന്നും മിണ്ടാതെ അങ്ങോട്ട് പോയി. അപ്പോഴേക്ക് ഹരീഷ് പറഞ്ഞു, നീതു നിനക്ക് ഇത്രയ്ക്ക് ധൈര്യമോ? പിന്നല്ലാതെ ചില സമയത്ത് ഇത്തിരി ധൈര്യമൊക്കെ കാണിച്ചില്ലെങ്കിൽ ഒരു പ്രയോജനമില്ല. ധൈര്യം എടുക്കേണ്ട സ്ഥലത്ത് ധൈര്യം എടുക്കണം. നമ്മളെവിടെയാ പറഞ്ഞു നിർത്തിയത്, നമുക്ക് ആ കാര്യത്തെക്കുറിച്ച് പറയാമെന്ന് പറഞ്ഞു. ഹരീഷ് ഒരു അന്താളിപ്പോട് കൂടി നീതുവിനെ നോക്കുവാണ്. നീതു ഇങ്ങനെയൊക്കെ പെരുമാറുന്ന സ്വപ്നത്തിൽ പോലും പ്രതീക്ഷിച്ചില്ല. നീതു പറഞ്ഞു, ഞാൻ കാണിച്ച ധൈര്യം ഉണ്ടല്ലോ അത് ഹരീഷും കാണിക്കണം, അല്ലെങ്കിലാ എൻ്റെ സ്വഭാവം മാറുന്നേ. ഹരീഷിന് വേണ്ടിയിട്ടാ ഞാനിതെല്ലാം കൂടെ ചെയ്തുകൊണ്ടിരിക്കണമെന്ന് പറഞ്ഞു. ഹരീഷിന് ശരിക്കും പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇപ്പം ടെൻഷനായി. ദൈവമേ, ഇവൾക്ക് ഒരു കൂസലുമില്ല. എങ്ങാനും ഇനി കല്യാണം നടന്നില്ലെങ്കിൽ തീർന്നു അതോടുകൂടി. അതൊക്കെ ചിന്തിച്ച് കഴിയുമ്പോഴത്തേനും ഹരീഷിന് നല്ല ടെൻഷൻ ഉണ്ടായിരുന്നു. അങ്ങനെ കുറേ സമയം കഴിഞ്ഞ് കഴിയുമ്പോഴത്തേനും സുഭാഷിൻ്റെ വീട്ടിൽ ബാത്റൂം പണിയാനായിട്ട് ആൾക്കാർ വന്നു. അങ്ങനെ ബാത്റൂമിൻ്റെ പണികളും കാര്യങ്ങളൊക്കെ നടന്നുകൊണ്ടിരിക്കുകയാണ്. ആ സമയത്താണ് സുധീഷ് അങ്ങോട്ട് വരുന്നത്. സുധീഷ് വന്നിട്ട് സുഭാഷിനെ വിളിച്ചു. സുഭാഷ് ചേട്ടൻ ഇങ്ങോട്ട് വരാൻ പറഞ്ഞു. എന്താ? അല്ല സുഭാഷ് ചേട്ടനൊന്നും തോന്നില്ല. എന്ത്? സുഭാഷ് ചേട്ടാ കസിനാന്ന് പറഞ്ഞു കഴിഞ്ഞപ്പോൾ സുഭാഷ് ചേട്ടനെങ്കിലും പറയാൻ മേലായിരുന്നോ? ഞാൻ കസിനല്ല എന്നുള്ളത്. എന്നിട്ട് സുഭാഷ് ചേട്ടൻ പറഞ്ഞോന്ന് ചോദിച്ചു. എടാ അതിപ്പം ഞാൻ എന്ത് പറയാനായിട്ടാ? എല്ലാത്തിനും കാരണം സുഭാഷ് ചേട്ടനെ അവള് ചേട്ടാന്നാണല്ലോ വിളിക്കുന്നത്. അപ്പം ഞങ്ങളെല്ലാവരും ആ രീതിയിലാണ് കാണുന്നത്. ശരിക്കും പറഞ്ഞാൽ സുഭാഷ് ചേട്ടനെ ചേട്ടാന്ന് വിളിക്കുന്നതുകൊണ്ട് ഈ പ്രശ്നം. അല്ലായിരുന്നു ഇങ്ങനത്തെ ഒന്നും കുഴപ്പം സംഭവിക്കില്ലായിരുന്നു. എടാ അതിന് എനിക്കിപ്പോൾ എന്ത് ചെയ്യാൻ പറ്റും? അവൾ സുഭാഷ് ചേട്ടാന്ന് വിളിക്കുമ്പോൾ എന്നെ ഒരു സഹോദരനായിട്ട് കണ്ട. അതെ, സുഭാഷ് ചേട്ടൻ്റെ സഹോദരനായിട്ട് കാണുന്നു. അപ്പം മറ്റുള്ളവരെ അങ്ങനെ കാണുന്നു. അതുകൊണ്ട് എല്ലാവരുടെ മുന്നിൽ അങ്ങനെ പറയണോ? അതിൻ്റെ വല്ല ആവശ്യമുണ്ടോ? സുഭാഷിനെ ഒരുത്തൻ എല്ലാത്തിനും കാരണം എന്നും പറഞ്ഞ് സുഭാഷിനെ കുറ്റപ്പെടുത്തി. സുഭാഷ് പറഞ്ഞു, സുധീഷെ വെറുതെ അനാവശ്യം പറയരുത്. സുധീഷ് പറഞ്ഞു, ഞാൻ പറയുന്നതിനെ കുഴപ്പമില്ലേ. അപ്പോഴേക്കും നികേഷും കൂടെ അങ്ങോട്ട് വന്നു. നികേഷ് വന്നിട്ട് പറഞ്ഞു, സുധീഷേട്ടാ സുധീഷേൻ്റെ ഭാര്യയല്ലേ നിധിയെടുത്തി? അതെ. അപ്പോൾ സുധീഷേനെ അതറിയാലോ? അറിയാം. പിന്നെന്തിനാ സുധീഷേൻ ടെൻഷൻ അടിക്കണേ? കസിനാന്ന് പറഞ്ഞു കഴിയുമ്പോൾ ചിലപ്പോൾ നിധിയെടുത്തിട്ട് അപ്പോഴത്തെ അവസ്ഥ കൊണ്ടായിരിക്കും അങ്ങനെ പറഞ്ഞിരിക്കുന്നത് എന്നും പറഞ്ഞുകൊണ്ട് സുധീഷേട്ടൻ താലി കെട്ടിയ ആളല്ലേ, അതൊരിക്കലും അല്ലാതാവുന്നില്ലല്ലോ. പിന്നെ ഇങ്ങനെ ടെൻഷൻ അടിക്കേണ്ട കാര്യമുണ്ടോ? എടാ നിനക്കതൊക്കെ പറയാം. മറ്റുള്ളവരുടെ മുന്നിൽ വെച്ച് അവളങ്ങനെ പറയുമ്പോൾ എനിക്ക് ബുദ്ധിമുട്ടുണ്ട്. ഇന്നിപ്പോൾ ഇവരുടെ മുന്നിൽ വെച്ച് പറഞ്ഞു, നാളെ ബാക്കിയുള്ളവരുടെ മുന്നിൽ വെച്ച് പറയും. അവസാനം നാട്ടുകാരൊക്കെ എന്ത് വിചാരിക്കും? ഞാൻ അവളുടെ കസിനാണ്, വല്ല ബ്രദറാന്ന് അങ്ങനെയൊക്കെയല്ലേ വിചാരിക്കുള്ളൂ. ഭർത്താവാന്ന് ആരെങ്കിലും കരുതുവോ? അത് കേട്ടതും സുഭാഷ് പറഞ്ഞു, എടാ അങ്ങനെയൊന്നും ഇല്ല, നീ അതൊന്നും ഓർത്ത് ടെൻഷൻ അടിക്കണ്ട. പക്ഷേ സുധീഷിന് അത് ഒട്ടും അങ്ങോട്ട് ഉൾക്കൊള്ളാൻ പറ്റുന്നുണ്ടായിരുന്നില്ല. കുറേ സമയം കഴിഞ്ഞപ്പോഴത്തേനും നിധി ഓഫീസ് വിട്ട് വീട്ടിലേക്ക് വരിക. വീട്ടിലേക്ക് വന്നു കഴിഞ്ഞപ്പോഴത്തേനും സുഭാഷ് വിശേഷങ്ങളൊക്കെ തിരക്കുന്നുണ്ട്. അപ്പോൾ സുധീഷ് പറഞ്ഞിട്ടുണ്ടായിരുന്നു സുഭാഷിനോട്, അതെ സുഭാഷ് ഒരു കാര്യം നിധിയോട് പറയണം, ഇനി മുതൽ എന്നെ ചേട്ടാന്ന് വിളിക്കേണ്ടെന്ന്. ഞാൻ ചേട്ടനൊന്നും അല്ലല്ലോ, പിന്നെ എന്നെ അങ്ങനെ വിളിക്കണ്ടെന്ന്. അങ്ങനെ അതൊക്കെ ഇങ്ങനെ പറഞ്ഞു വെച്ചിരിക്കുമായിരുന്നു. പക്ഷെ നിധി വന്നു കഴിഞ്ഞപ്പോഴത്തേന് സുഭാഷ് അതൊക്കെ മറന്നുപോയി. സുഭാഷ് ചോദിച്ചു, അല്ല ഇതെന്താ കൊണ്ടുപോയ വെള്ളം മൊത്തം കുടിച്ചില്ലേ? അതിന് സമയം കിട്ടിയില്ല. സമയം കിട്ടില്ല എന്ന് പറഞ്ഞിട്ട് കാര്യമില്ല. ഒരു ദിവസം 2 ലിറ്റർ 3 ലിറ്റർ വെള്ളം കുടിക്കണം. അതെ, ഇടയ്ക്കിടയ്ക്ക് സമയം ഉണ്ടാക്കി നമ്മൾ വേണം കുടിക്കാൻ. ആഹാരം മൊത്തം കഴിച്ച് തന്നു വിട്ടത്, അതൊക്കെ കഴിച്ചെന്ന് പറഞ്ഞു. പിന്നീട് നിധി ഞാനിപ്പോൾ ഡ്രസ്സ് മാറ്റിയിട്ട് വരാമെന്ന് പറഞ്ഞ് അവിടെ അകത്തേക്ക് കയറിപ്പോയപ്പോൾ സുധീഷ് പറഞ്ഞു, ഈ സുഭാഷേൻ്റെ ഒരു കാര്യം ഞാനൊരു കാര്യം പറഞ്ഞ് ഏൽപ്പിച്ചില്ലായിരുന്നു. എന്ത്? ഇപ്പം എല്ലാം മറന്നുപോയല്ലേ? ഇനി നിധി സുഭാഷ് ചേട്ടാന്ന് വിളിക്കുമ്പോൾ പറയണം, എന്നെ സുഭാഷ് ചേട്ടാന്ന് വിളിക്കണ്ടാന്ന്. എടാ ഞാനിങ്ങനെ അത് പറയണേ, എങ്ങനെ പറഞ്ഞാലും കുഴപ്പമില്ല, അങ്ങനെ പറഞ്ഞേ മതിയാവുള്ളൂ എന്നൊക്കെ പറഞ്ഞുകൊണ്ട് സുഭാഷിനെ ചട്ടം കിട്ടുവാണ്. കുറച്ച് കഴിഞ്ഞപ്പോഴത്തേനും നിധി വന്ന് സുഭാഷ് ചേട്ടാന്ന് പറഞ്ഞുകൊണ്ട് ഇങ്ങനെ വിളിക്കുമ്പോഴത്തേനും സുഭാഷ് പറഞ്ഞു, നിധി ഇനി നീ എന്നെ സുഭാഷ് ചേട്ടാന്ന് വിളിക്കണ്ട. അതെന്താ? അത് പിന്നെ ഞാൻ നിൻ്റെ സ്വന്തം ചേട്ടനൊന്നും അല്ലല്ലോ. അപ്പോഴേക്കും നിധിക്ക് ഭയങ്കര സങ്കടമായി. നിധിയുടെ കണ്ണൊക്കെ നിറഞ്ഞൊഴുകി. നിധി പറഞ്ഞു, ഞാനേ അങ്ങനെയൊന്നും വെച്ചല്ല സുഭാഷ് ചേട്ടനെ വിളിച്ചാൽ. എൻ്റെ ചേട്ടനേക്കാളും കൂടുതലായിട്ട് കരുതൽ സ്നേഹം സുഭാഷ് ചേട്ടൻ എനിക്ക് എഴുതുന്നുണ്ട്. അതുപോലെ തന്നെ ഞാൻ തിരിച്ചുകൊണ്ട്. അപ്പോൾ ആ ഒരു സ്ഥാനം വെച്ചാൽ ഞാൻ വിളിക്കുന്നത്. എന്നാലും സുഭാഷ് ചേട്ടൻ എന്നോട് ഇത് പറഞ്ഞല്ലോ എന്നൊക്കെ പറഞ്ഞ് കരയാൻ തുടങ്ങി. അപ്പോഴേക്കും സുഭാഷിന് ടെൻഷനായി. അയ്യോ മോളെ നിധി, ഞാൻ അങ്ങനെയൊന്നും ഓർത്ത് പറഞ്ഞില്ല. എന്നിട്ട് സുധീഷിൻ്റെ രൂക്ഷമായിട്ടൊന്ന് നോക്കുകയാണ്. മോള് വിളിച്ചോ, എനിക്ക് പ്രശ്നമൊന്നും ഇല്ല എന്ന് പറഞ്ഞു. അത് കേട്ട് കഴിഞ്ഞപ്പോൾ സുധീഷിന് എന്ത് ചെയ്യണമെന്ന് അറിയില്ല. സുധീഷിൻ്റെ എല്ലാ പ്രതീക്ഷകളും തകർന്നുപോയി. എങ്ങനെയെങ്കിലും അവളെ കൊണ്ട് താൻ അവളുടെ ഭർത്താവാന്ന്
ഒന്ന് സമ്മതിപ്പിക്കണം, 4 പേരോടൊന്ന് പറയിപ്പിക്കണം എന്നൊക്കെ വിചാരിച്ചുകൊണ്ടിരുന്ന, പക്ഷെ അതൊന്നും നടക്കില്ല എന്ന് പറഞ്ഞു കഴിഞ്ഞപ്പോഴത്തേനും സുധീഷിന് ഭയങ്കര ടെൻഷൻ ആവുന്നുണ്ട്. അപ്പോൾ അതിൻ്റെ കഥകളൊക്കെ നമ്മൾ കാണുന്നത്. ആ കഥകൾക്കായി നമുക്ക് എല്ലാവർക്കും കാത്തിരിക്കാം കേട്ടോ. ഒരിക്കൽ കൂടി എല്ലാവർക്കും ശുഭദിനം നേർന്നുകൊണ്ട് നിർത്തുന്നു. നന്ദി.